JNPST അതായത് ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റിൽ മെൻ്റൽ എബിലിറ്റി 40 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും 50 മാർക്കിന്. അതിൽ വരുന്ന ഒരു സാധാരണ ക്വസ്റ്റ്യനാണ് ഓഡ് ഓൺ ഔട്ട്. ഇതിൻ്റെ 3 എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് 3 ഈസി ക്വസ്റ്റ്യൻസ് ആണ്. എങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കരുതി ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ഡിസ്ക്ലൈമർ എന്ന് വെച്ചാൽ ഇതിലെ ലൈൻസിനൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരും. അത് ഞാൻ വരച്ചതിൽ പറ്റുന്ന മിസ്റ്റേക്കുകളാണ്. ദിസ് ഈസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ ബി ആണ്. എങ്ങനെയാണ് ആ ആൻസർ കിട്ടുന്നതെന്ന് അറിയുമോ? ഇതിൻ്റെ എല്ലാം ആംഗിള് സെയിം ആണ്. ഇതിൻ്റെ ആംഗിൾ മാത്രം ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയും. അടുത്തതിൽ ലൈനാണ്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ലൈൻ, ഒരു ലൈൻ, 2 ലൈൻ, ഒരു ലൈൻ, 2 ലൈൻ, 2 ലൈൻ, 2 ലൈൻ, ഒരു ലൈൻ. കാണുന്നുണ്ടോ? 2 ലൈൻ, ഒരു ലൈൻ. അപ്പോൾ ഏതാണ് ഇവിടുത്തെ ആൻസർ? സി ആണ്. എന്താണ് ഇവിടെ? 2 ലൈനുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വലിയ സ്ക്വയർ, അതിനകത്തൊരു ട്രയാങ്കിൾ, അതിനകത്തൊരു ചെറിയ സ്ക്വയർ. അതായത് ട്രയാങ്കിളിൻ്റെ പുറത്തുള്ളത് എന്താണ് അത് തന്നെയാണ് അകത്ത്. റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, ട്രയാങ്കിൾ, ട്രയാങ്കിൾ. ലാസ്റ്റ് വൺ കാണുന്നുണ്ട്. റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, സർക്കിൾ. അപ്പോൾ ലാസ്റ്റ് വണ്ണാണ് ഇതിൻ്റെ ആൻസർ. എന്താണെന്ന് മനസ്സിലായാലും ട്രയാങ്കിളിൻ്റെ പുറത്തുള്ള റെക്റ്റാങ്കിളാണ്, അകത്ത് ഒരു സർക്കിളാണ്. മറ്റ് റൂൾ അനുസരിച്ച് വരുമ്പോൾ അകത്തും വരേണ്ടത് എന്താണ്? ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഡി ആണ്. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇത് കുറച്ച് ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് അത്രയും ഡിസ്ക്രൈബ് ചെയ്ത് പറയാതിരുന്നത്. എങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ ഇതിന് കുറച്ച് ടിപ്സൊക്കെ ഉണ്ട്. അത് എന്താണെന്നുള്ളതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്ത് പറയാം. ഇപ്പം നിങ്ങളെൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.